إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് തേടണേയെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതം ഹൈറാകുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നന്മകൾ അധികരിപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാനും അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം സമ്പൂർണമാണ്. ആ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ്, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തോടുകൂടെയുള്ള ഭവനത്തിലേക്കും സമാധാന ഭവനത്തിലേക്കും സമാധാനത്തോടുകൂടെയുള്ള ജീവിതത്തിലേക്കുമാണ് അല്ലാഹു തആല നമ്മെ ക്ഷണിക്കുന്നത്. അല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എടുത്തു പറയുമ്പോൾ അല്ലാഹ് പറയാണ്, ആരാണ് സത്യവിശ്വാസികൾ? സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ ആ സത്യവിശ്വാസത്തിൽ ഒരിക്കലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും കടന്നു വരാതെയുള്ള ഒരു ജീവിതം അവർക്ക് സാധ്യമാകും. അവർക്കാണ് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് സന്മാർഗമുള്ളത്, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ, അവരാണ് നിർഭയത്വത്തിൻ്റെ അവകാശികൾ. സഹോദരങ്ങളെ, നിർഭയത്വമുള്ള ജീവിതം മനുഷ്യന് സമാധാനം നൽകുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു സുന്ദരമായ ആ രീതിയിലുള്ള ഒരു ലോകമായിരിക്കും ഭൂമിയെന്നോ ദുനിയാവെന്നോ അല്ലാഹുവും അവൻ്റെ റസൂലോ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ല. ദുനിയാവിന് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിലൊക്കെ വളരെ കൃത്യമായി നന്മയിൽ സന്തോഷിക്കുകയും നന്മയിൽ ശുക്ർ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ക്ഷമിക്കുകയും സഹിക്കുകയും ആ പ്രശ്നത്തിനും പ്രയാസത്തിനും രോഗത്തിനും ബുദ്ധിമുട്ടിനുമുള്ള ദൂരീകരണമെന്നോണം എന്താണോ സൊല്യൂഷൻ, അതിൽ ഇസ്ലാം അനുവദിച്ച മതം അനുവദിച്ച ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ച് അവന് വേഗം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ബാധ്യതയായി കടമയും കടപ്പാടുമായി അള്ളാഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനുമപ്പുറത്തേക്കുള്ള ചില പ്രയാസങ്ങൾ വരുമ്പോഴോ ആ വരുന്ന പ്രയാസങ്ങളിലൊക്കെ മനുഷ്യന്
സത്യവിശ്വാസിക്ക് നന്മയാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതകരമാണ്. വഇദാ അസബതുഹു സറാഅ ഫഹുവ ശക്കർ ഫകാന ഖൈറുൻ ലഹ്, അവനൊരു സന്തോഷവും ആനന്ദവും നൽകുന്ന അവസ്ഥകൾ വരുമ്പോൾ അവൻ അതിൽ റബ്ബിനെ സ്തുതിക്കും, അതവന് ഖൈറാണ്. ഫഇദാ അസബതുഹു ദർറാ, ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവനെ കടന്നു വരുമ്പോഴോ വഹുവ സബർ, അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഇതിനെന്താണോ ഭൗതികമായിട്ടുള്ള പരിഹാരം ആ പരിഹാരത്തെ തേടുകയും അതിൽ നിന്ന് തിരിച്ചു വേഗം കയറാനും ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ പരമാവധി സജീവമാക്കാനും അവൻ ഒരുങ്ങും. അതല്ലാതെ ഡസ്പായി ഡള്ളായി ആകെ ബേജാറായി വെപ്രാളപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ നരകീയമായ ഒരു ജീവിതം നയിക്കുന്ന ഇതൊക്കെയാണ് എന്ന് കരുതുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിലേക്ക് അവൻ പോവുകയില്ല. അതിൽ അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്ളൻ, അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ധാരാളം ഹദീസുകളിലൂടെ നമ്മെ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ ഹത്ത ശൗകതു യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ അല്ലാഹു തആലാന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു വിശ്വാസിക്ക് മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ, ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന ഏതെല്ലാം മുസീബത്തുകളുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, അത് ചിലപ്പം മനക്ലേശമാകാം, ബുദ്ധിമുട്ടാകാം, ദുഃഖമാകാം, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളാകാം, ദുഃഖങ്ങളാകാം, സങ്കടങ്ങളാകാം, നഷ്ടങ്ങളാകാം, ശാരീരികവും സാമ്പത്തികവുമായും മാനസികമായും അവൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും അതൊക്കെ മുസീബത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ അവന് വന്ന് ഭവിക്കുന്നതാണ്. അങ്ങനെ എന്തുണ്ടോ, എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂല ഹദീസ് അവസാനിപ്പിക്കുന്നത് ഹത്ത ശൗകതു യുശാഖുഹ, അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളുണ്ടല്ലോ, ഒരു മുള്ള് കാലിലോ കയ്യിലോ തറച്ചാൽ, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുള്ള് തറച്ചാൽ അവനുണ്ടാകുന്ന ഒരു ചെറിയ പ്രയാസവും അതിൻ്റെ ഒരു വേദനയില്ലേ, അത്രത്തോളം ഒരു മുള്ളു കുത്തുന്ന വേദനയാണെങ്കിൽ പോലും വിശ്വാസിയായിരിക്കെ ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, അതങ്ങനെ തന്നെ ആയിരിക്കും, അതല്ലാതെ എന്താ ഇപ്പം ഇങ്ങനൊരു പ്രയാസം വരാൻ, അതെന്തെങ്കിലും അതായിരിക്കാം ഇതായിരിക്കാം എന്നൊന്നും കരുതിപ്പോകാതെ അവനുണ്ടാകുന്ന ഏതു പ്രയാസത്തിലും അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും അതിനുള്ള പരിഹാരങ്ങളെ ഭൗതികപരമായിട്ട് തേടാൻ പറഞ്ഞ വിഷയങ്ങളിൽ തേടുകയൊക്കെ ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണുക, ക്ഷമിക്കുക, സഹിക്കുക. അല്ലാഹു തആലാന്റെ റസൂൽ പറയാണ്, ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ, അത് മുഖേന അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടല്ലാതെയില്ല. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസി നിർഭയത്വവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനുമാകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അവൻ അറിയേണ്ടുന്ന ചില വസ്തുതകളാണ്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി അവിൽ മുഅ്മിന ഫീ ജസദിഹി വഫീ മാലിഹി വഫീ വലദിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി മിൻ ഖതീഅ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ സനദിലൂടെ വന്ന ഒരു റിപ്പോർട്ടിൽ കാണാം നമുക്ക് വിശ്വാസിക്ക് സംഭവിക്കുന്ന ഒരു ബലാ, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, അത് അവൻ്റെ ഫീ ജസദിഹി, ഒന്നുകിൽ ശാരീരികമായിട്ടാകാം, ഔ ഫി മാലിഹി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാകാം, ഔ ഫി വലദിഹി, അല്ലെങ്കിൽ സന്താനങ്ങളൊക്കെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് രോഗം കൊണ്ടോ അവരിലാകാം. ഇങ്ങനെയൊക്കെ അള്ളാഹനെ കണ്ടുമുട്ടുന്ന സമയത്തേക്ക് അവൻ പ്രയാസങ്ങളൊക്കെ ധാരാളം അനുഭവിച്ച ഒരാളാണെങ്കിൽ അത് കാരണമായിക്കൊണ്ട് വമാ അലൈഹി മിൻ ഖതീഅതിഹി, ദോഷങ്ങളൊന്നുമില്ലാതെയായിരിക്കും ചിലപ്പോൾ അവർ റബ്ബിനെ കണ്ടുമുട്ടുക. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളുടെ നെറുകയിൽ ജീവിക്കുന്ന ധാരാളം പേർക്ക് അള്ളാഹുവിൻ്റെ റസൂല്, അള്ളാഹുവിൻ്റെ ദീന് നൽകുന്ന ഒരു വല്ലാത്ത സമാധാനത്തിൻ്റെ സന്ദേശമാണിത്. അവിടെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണെന്ന ബോധ്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹിൻ്റെ ഖുർആനിൽ അള്ളാഹ് പറയാം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി
والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സത്യവിശ്വാസികളുടെ മറ്റൊരു ഗുണം എന്താണ്? അള്ളാഹ് പറയാണ്, നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ചില പേടികൾ അവർക്ക് ഇട്ടുകൊടുക്കും. ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഒരു പേടി. ഫാഷിസത്തിൻ്റെയും അതേപോലെ തന്നെയുള്ളതായ അവകാശങ്ങളെ മുഴുവനും ധ്വംസിച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള ചില ഭീകരമായ മുഖങ്ങൾ മുസ്ലിം സമൂഹത്തിനും വിശ്വാസി സമൂഹത്തിനും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കുമൊക്കെ എതിരെ ഒരു പേടി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അല്ലാഹ് പറയാണ്, നാം പരീക്ഷിക്കും. അതേപോലെ തന്നെ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ചിലപ്പം വല്ല വിശപ്പും ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ശാരീരികമായും സാമ്പത്തികമായുമുള്ള നഷ്ടങ്ങളായിരിക്കും. ഇതൊക്കെ സംഭവിക്കും. ആ സമയത്ത് വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിച്ചിട്ടും ക്ഷമാപൂർവമുള്ള വൈകാരികമായ നിലപാടുകളിലേക്ക് പോകാതെ പക്വമായ നിലപാടുകളെടുത്ത് ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിച്ചും തീർച്ചയായിട്ടും എൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനം അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്കും വിശ്വാസി സമൂഹത്തിനും ആദർശത്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തിൻ്റെ ഒരംശത്തോളം ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു എന്ന നിലപാടെടുത്ത് ആദർശത്തിൽ നിന്ന് അടിയറ പിന്നോട്ട് പോകാതെ നിലപാടെടുത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ, ആ ക്ഷമാശീലർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അയ്യുബശ്ശിറുഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുസീബത്ത് വന്ന് ഭവിക്കുമ്പോൾ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാം എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ്, എല്ലാം എൻ്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ പറഞ്ഞ ഒരു കൃത്യമായ നിലപാടിലൂടെ ജീവിക്കുന്ന റബ്ബിൻ്റെ ഇബാദുർ റഹ്മാനുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽ ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു എന്ന നിലപാടെടുക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം നബിയെ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അവർ പറയും, എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിലേക്ക് തന്നെ മടക്കപ്പെടും, ചില വിഷയത്തിൽ എൻ്റെ റബ്ബ് തീരുമാനമെടുക്കും എന്നുള്ള കൃത്യമായ നിലപാട് അവരിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതിനർത്ഥം ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ചില ആളുകൾ ചില വിഷയങ്ങളെ തെറ്റായി അനുമാനിക്കുന്നതും കാണാം. തവക്കുൽ എന്ന ഒരു വിഷയത്തെ വളരെ കൃത്യമായി ഏത് രീതിയിലാവണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബി വാഹനം കെട്ടിയിടാതെ, തൻ്റെ ഒട്ടകത്തെ കെട്ടിയിടാതെ തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇഖ്ൽഹാ വ തവക്കൽ, ആ വണ്ടി ഓഫാക്ക്, അത് നിർത്തേണ്ടത് നീ നിർത്ത്, അതിനെ കെട്ടിയിട്, എന്നിട്ട് നീ തവക്കുലാക്ക്. തോന്നിയതുപോലെ എല്ലാം ചെയ്യുക, വൈകാരികമായി എല്ലാ പ്രവർത്തനവും നടത്തുക, അതിലൊന്നും റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്താണെന്ന് പാലിക്കാൻ തയ്യാറല്ല, സ്വഹാബത്തിന്റെ മൻഹജ് എന്താണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല. വൈകാരികതയുടെ പിന്നാലെ പോയിട്ട് ആരെങ്കിലും കൊളുത്തിവെച്ച തീയിൻ്റെ നാമ്പുകളായി അല്ലെങ്കിൽ അവർക്കുള്ള ചട്ടുകങ്ങളായി പ്രവർത്തിച്ചിട്ട് ഇതെല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളോട് രോഗമുണ്ടായാൽ രോഗത്തിന് ശമനം റബ്ബിൽ നിന്നാണെങ്കിലും ചികിത്സ നമ്മോട് പറഞ്ഞതാണ്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗം തരുന്നത് റബ്ബാണെങ്കിലും അതിൻ്റെ ശമനം റബ്ബിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ചികിത്സകൾ നമ്മിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ഫഇദാ ഉസീബ ദവാഉ ദാഇ ബരിഅ ബിഇദ്നില്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച രോഗങ്ങൾക്കുള്ള ചികിത്സ അതിനോടടുക്കുമ്പോൾ, അതിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എന്താകുന്നു? അതിന് ശിഫയുണ്ടാകുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമ്മോട് ചികിത്സിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ചില ചികിത്സകൾ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ചികിത്സകളിലേക്ക് നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിലുണ്ട്. ചികിത്സിച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് നമ്മോട് പറഞ്ഞത്.
ചികിത്സിച്ചിട്ട് പ്രാർത്ഥിക്കാൻ. ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ റസൂൽ നമസ്കരിക്കുമ്പോഴേ, പള്ളിയിൽ നിന്ന് റസൂൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു, ഒരു തേള് കുത്തി നബിയെ, ഒരു തേള് കുത്തി. ആ തേള് കുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അടിച്ചു കൊന്നിട്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അന്ന് തേള് കുത്തിയതിനുള്ള ചികിത്സയായിട്ടുള്ളത് ഈ ഉപ്പും വെള്ളമൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ്. അന്നത്തെ നാട്ടുവൈദ്യം, അന്നത്തെ ചികിത്സ അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ തേളിന് സാധാരണ ഉള്ള തേള് കുത്തിയാലുള്ള ചികിത്സക്കുള്ള മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു. ഇവിടെയാണ് വളരെ കൃത്യമായ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൻ്റെ പിൻബലം നമുക്കുണ്ട് ഏത് വിഷയത്തിലും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നാം ചെയ്യേണ്ടുന്ന ചികിത്സകൾ നടത്തിയിട്ടാണ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ഇവർ രോഗിൻ്റെ അടുക്കൽ ചെന്നാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റസൂൽ പറഞ്ഞു. ചികിത്സിക്കാൻ വേണ്ടി മറ്റുള്ളവരോട്, അതിൻ്റെ ബന്ധുക്കളോടും ആവശ്യക്കാരോടും പറയേണ്ടത് നമ്മുടെ കടമയാണ്. ഇസ്ലാം രോഗത്തിന് ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. ആ ചികിത്സക്ക് ശേഷമുള്ള പ്രാർത്ഥന, ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്, ഒരു അജണ്ടയുടെ ഭാഗമാണ്. നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് ഹലാല് വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ആ ഹലാല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായി ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങൾ പോലും ഹലാല് ഭക്ഷണം തേടിപ്പോകുമ്പോൾ, അമുസ്ലിങ്ങൾ പോലും ഹലാലുകൾ എവിടെയാണോ ഉള്ളത് ആ റെസ്റ്റോറൻറ്റുകളിലേക്കും ആ ഭക്ഷണശാലകളിലും തേടിപ്പോകുമ്പോൾ, ഹലാല് ഭക്ഷണം ലോകോടിസ്ഥാനത്തിൽ അതാണ് ഏറ്റവും ശരിയായത് എന്ന് ആരോഗ്യ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ശരിവെക്കുന്ന ഒരവസരമുണ്ടായപ്പോൾ, പരിശുദ്ധമായ ഇസ്ലാമിനെ വായിക്കപ്പെടാൻ ഒരുങ്ങിയപ്പോൾ, ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടി അന്വേഷണ ആളുകളും അന്വേഷണ ത്വരയുള്ള വിദ്യാർത്ഥികളടക്കമുള്ള സമൂഹം തയ്യാറായപ്പോൾ, കൊന്നതും ചത്തതുമായ മാംസം നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമാണ്, അത് നിങ്ങൾ കഴിക്കരുത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ അനുശാസിക്കുന്നുണ്ടെന്ന ബോധ്യമുണ്ടായപ്പോൾ, ശാസ്ത്രത്തിൻ്റെ പിൻബലം വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും ഉണ്ടെന്ന ബോധ്യം വന്നപ്പോൾ, നമ്മുടെ നാട്ടിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയത് നിങ്ങൾക്കറിയോ, ഹലാൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു തങ്ങൾ തുപ്പിയതാണെന്ന്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു അജണ്ടയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ അത് തുപ്പിയ ഭക്ഷണമാണെന്ന്. ഈ അടുത്തെങ്ങാണ്ടുമുള്ള ഏതോ ഒരു തങ്ങള്, ഉള്ളാൾ ഭാഗത്തുള്ള ഒരു തങ്ങളാണെങ്കിലോ അതിലേക്ക് ഒരു ചെറിയ തുപ്പല് അല്ലെങ്കിൽ ഒരു ഊത്ത് നടത്തിയതിനെ ഊത്തിനെ തുപ്പലായിട്ട് വ്യാഖ്യാനിച്ചു. സാധാരണ പറയാറുണ്ട്, ആടിനെ പട്ടിയാക്കുക, പിന്നെ അതിനെ പേപ്പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലുക. ഊത്തിനെ തുപ്പലാക്കി പരിചയപ്പെടുത്തി, ആ തുപ്പലാണ് ഹലാൽ ഭക്ഷണം എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കൃത്യമായ പിന്നെ ഒരു അജണ്ടയുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു അജണ്ടക്ക് മീഡിയകൾ തയ്യാറായി നിൽക്കുകയാണ്. ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു വരുന്നത്, അഥവാ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പ്രാകൃത മതമാണ്, പ്രസവിക്കാൻ പോലും അതിൻ്റെ പ്രസവ സംരക്ഷണ മുറകൾ അടങ്ങുന്ന ഹോസ്പിറ്റൽ സംവിധാനം വേണ്ട എന്ന് പറയുന്നവരാണ്, ചികിത്സിക്കാൻ പോകേണ്ട എന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ഒരു ബാധ്യതയുണ്ട്. ഈ പറയുന്നതല്ല ഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മാതൃകയാണ്. മഹത്തായ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഒരു ക്യാമ്പയിന് തന്നെ നവോത്ഥാനം പ്രവാചകന്റെ മാതൃകയാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ മഹാനായ നേതാവാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണേ, അത് ദീനിൻ്റെ നിയമമാണ് എന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളാണ്. ഇത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിൽ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിൻ്റെ അവസരത്തിൽ പോലും, റസൂലുള്ളാഹിന്റെ അവസാന കാലഘട്ടത്തിലുള്ള രോഗത്തിൻ്റെ അവസരത്തിൽ പോലും അറബികളും അനറബികളുമായ വൈദ്യന്മാർ, അന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് എന്ന് നമുക്ക് ഇന്ന് വിളിക്കാൻ പറ്റുന്ന അറബികളും അനറബികളുമായ വൈദ്യന്മാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചികിത്സകൾ നിർദ്ദേശിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകളിലും ചരിത്രങ്ങളിലും കാണാം നമുക്ക്.
അവിടെയൊന്നും അള്ളാഹുവിന്റെ റസൂൽ അതിനെ എതിർത്തിട്ടില്ല. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ പോലുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ചിലരെ പോലും രോഗത്തിന് ചികിത്സിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതായി ചരിത്രങ്ങളിൽ കാണാം നമുക്ക്. ഇവിടെയൊക്കെ ഇസ്ലാമിനെതിരാകാത്ത, അത് ഏത് ചികിത്സയാണെങ്കിലും ഇന്നത് എന്നൊന്നുമില്ല. ചില ആളുകൾ ഇന്ന് പറഞ്ഞു വരുത്തുന്നത് അത് അലോപ്പതിയാണെങ്കിൽ പാടില്ല. ഇസ്ലാമിൻ്റെ വേറെ ചില ആൾക്കാർ ഒരു പുതിയ ചികിത്സാ രീതികൾ വരുമ്പോൾ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്. അതിന് പല പേരുകൾ പറയാറുണ്ട്, അക്യുപങ്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. ഞാൻ ഒന്നിനെയും ഈ മിമ്പറിൽ വെച്ച് ഏതൊന്നിനെയും താഴ്ത്താനോ ഇകഴ്ത്താനോ അല്ല. നാം കൃത്യമായി പഠിക്കുക. പഠിച്ചതിന് ശേഷം നമുക്ക് എന്താണോ ഏറ്റവും അനുകൂലമായത് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രീതിയുണ്ട്. നമുക്ക് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, 2 റക്അത്ത് നമസ്കരിക്കണം നിങ്ങൾ, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളികൽ അളീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഉയൂബ് اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه واقدر لي الخير حيث كان ثم رضيني به. മുത്തുനബി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുത്തുനബിയിൽ നിന്ന് ചെറിയ സൂറത്തുകൾ പഠിക്കുന്നത് പോലെ പഠിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കണം? അള്ളാഹുവിലേക്ക് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ ഞാൻ ഇങ്ങനത്തെ ഒരു ചികിത്സക്ക് ഒരുങ്ങുകയാണ്, എൻ്റെ രോഗത്തിന് ശമനം വേണം. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഞാനിതാ എല്ലാവരോടും കൂടിയാലോചിച്ചതിന് ശേഷം ഈ ഒരു ചികിത്സ തിരഞ്ഞെടുക്കുകയാണ്. അതേതോ ആവട്ടെ, അലോപ്പതി ആവട്ടെ, ആയുർവേദിക് ആവട്ടെ, അതിനപ്പുറത്തേക്കുള്ള വേറെ ഏത് ചികിത്സയുമാകട്ടെ, കൃത്യമായി പഠനം നടത്തണം. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടവരോട് അന്വേഷിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വമആശി വആഖിബത്തി അംരി, എൻ്റെ ജീവിതത്തിലും എൻ്റെ മതകാര്യത്തിലും ഇതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത്, എനിക്കത് ഹൈറാണെങ്കിൽ എനിക്ക് അടുപ്പിച്ച് തരണം. ഇത് ഒരു രോഗത്തിൻ്റെയും ചികിത്സയുടെയും കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും റബ്ബിനാണ് അറിയാം. എന്നിട്ട് റബ്ബിനോട് വീണ്ടും പറയാണ്, വഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലി ഫീ ദീനി വമആശി വആഖിബത്തി അംരി ഫസ്രിഫ്ഹു അന്നി വസ്രിഫ്നി അൻഹു വഖ്ദുർ ലിൽ ഖൈറ ഹൈതു കാന തുമ്മ റദീനി. അതല്ല, എനിക്കത് വിപത്താണ്, പ്രയാസകരമാണ് എങ്കിൽ എൻ്റെ മതകാര്യത്തിൽ എനിക്ക് ദീനിയായിട്ടത് അപകടമാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, കള്ളുമായി ബന്ധപ്പെട്ട്, അല്ല ഇതിനൊക്കെ മരുന്നാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് അത് ദവാ അല്ല, ലിഅന്നഹു ദാ, അത് രോഗമാണ്. അവിടെ ഇസ്ലാം കൃത്യമായി നിലപാടെടുക്കുന്നുണ്ട്. ശാസ്ത്രം രോഗം വെച്ചിട്ട് അല്ലെങ്കിൽ ആൽക്കഹോള്, പരിപൂർണമായിട്ടും ആൽക്കഹോള് ഇന്നാലിന്ന രോഗത്തിന് ചികിത്സയാണ്, മരുന്നാണെന്ന് ആര് പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്, നിഷിദ്ധമാണ്, ഒരു സംശയവുമില്ല. അല്ലാഹു റസൂലിന്റെ അടുക്കലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഈ ഒരു കാഴ്ചപ്പാട്. റസൂൽ അതിനെ കുറിച്ച് പറഞ്ഞത് അത് ചികിത്സയല്ല, മരുന്നല്ല, രോഗമാണ്. അങ്ങനെ തന്നെ മുത്തുനബി പറഞ്ഞു, ലൈസ ദവാഉൻ ലിഅന്നഹു ദാ, അത് ചികിത്സയല്ല, മരുന്നല്ല, അത് രോഗമാണ്. എനിക്ക് മതപരമായും എൻ്റെ ആരോഗ്യപരമായും എൻ്റെ എല്ലാ നിലക്കും എനിക്ക് ഹൈറാണെങ്കിൽ നീ അത് അടുപ്പിച്ച് തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നാം തിരഞ്ഞെടുക്കുക, നാം അതുമായി മുന്നോട്ട് പോവുക. വശാവിറുഹും ഫിൽ അംർ, ആ വിഷയത്തിൽ മുശാവറ നടത്തുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ആ ചികിത്സ മുഴുവനായിട്ട് നടത്തുകയും ഉറപ്പിക്കുകയും എന്നിട്ട് ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കുകയും വേണം. അതെന്തിനാണ്? അതെ, ഏത് ചികിത്സ നടത്തിയാലും അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൽ നിന്നുള്ള ശിഫയുമില്ലാതെ രക്ഷയില്ല. ആ മാർഗം സ്വീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും മറ്റു മതങ്ങളിലുമൊക്കെ ഈ പ്രാകൃതമായ നിലപാടെടുക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ അതൊക്കെ ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് മതം പഠിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചർച്ചയില്ല. ക്രൈസ്തവ വിഭാഗത്തിലെ ബന്ധക്കോസ്ത് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിനുള്ള ഒരു ചിന്താഗതിയാണ്,
ചർച്ചയെ നമ്മൾ കാണുന്നില്ല. ഏതോ ഒരു മുസ്ലിയർ കാലങ്ങൾക്ക് മുമ്പെങ്ങാണ്ട് ആന പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് ഇപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതോ ഒരാൾ ഏതോ ഒരു സമയത്ത് ഒരു വിവരക്കേടിന്റെ ഭാഗമായിട്ട് 4 കൊല്ലം വരെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജീവിക്കുമെന്ന് പറഞ്ഞപ്പോ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, 4 കൊല്ലം വരെ ഗർഭാവസ്ഥയിൽ കുഞ്ഞുണ്ടാവുമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ചില ഫാഷിസ്റ്റ് ശക്തികളും അതിന് ചുക്കാൻ പിടിക്കുന്ന ചില മാധ്യമങ്ങളും ഒരു ക്യാമ്പയിനായി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ഇസ്ലാം എന്ന് വളരെ കൃത്യമായി പ്രമാണബദ്ധമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാവണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. പരിശുദ്ധമായ ഇസ്ലാം എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് ചിലത് പാടുണ്ട്, ചിലത് പാടില്ല എന്ന് മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിലപാടെടുക്കുകയും, നമ്മുടെ ഗവേഷണങ്ങൾക്ക് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഇങ്ങനെ പരാഗണം നടത്തുകയാണ്. പരാഗണം അറിയാലോ നിങ്ങൾക്ക്, ഈത്തപ്പനയുടെ ഈ പൂമ്പൊടി എടുത്ത് മറ്റേ പൂമ്പൊടിയിലേക്ക് ചേർത്തിയിട്ട് അവർ സാധാരണ നടത്തി വരുന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി, അവിടേക്ക് ആ തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്ന രീതി കണ്ടു. ഇതെങ്ങനെ നടത്തുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് നബിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അവരൊക്കെ അങ്ങനെ ചെയ്തു. ആ വർഷത്തിൽ വിളവെടുപ്പ് വളരെ കുറഞ്ഞു. നബിൻ്റെ അടുക്കൽ ഒന്ന് സങ്കടം പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, ഭൗതികപരമായ വിഷയത്തിൽ നിലപാടെടുക്കൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്, ഞാനൊരു നബി എന്ന നിലക്ക് ദീനിന്റെ പ്രമാണമായി പറഞ്ഞതല്ല. അവർ തെറ്റിദ്ധാരണ നബി തിരുത്തി കൊടുക്കുകയാണ്. അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, ഭൗതികപരമായ വിഷയത്തിൽ മതം ഇടപെടുന്നിടത്ത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അതല്ലാത്തതിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഏറ്റവും ശരിയോടടുത്തതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ അത് തിരുത്തി കൊടുത്തു. വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ വളരെ സെൻസിറ്റീവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ വസ്തുതകളെ, ദീനെന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. എല്ലാത്തിനെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്നത്തെ കാലഘട്ടം പോകുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ചില ആളുകൾ ആത്മീയതയെ വല്ലാണ്ട് ചൂഷണം ചെയ്യുക. തിബ്ബുൻ നബി എന്നൊക്കെയാണ് പേരിട്ടാൽ എല്ലാമായി എന്നുള്ളതാണ്. ഇസ്ലാമിക ചികിത്സ അല്ലെങ്കിൽ നബി ചികിത്സ എന്നൊക്കെ പേരിട്ടിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ഇവരുടെ ഈ മന്ത്രവാദ ചികിത്സകളുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് പ്രകൃതി മതമാണ്. ആ പ്രകൃതിയുടെ അല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം ഈ രീതിയിൽ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രാകൃതമായ ചികിത്സകളോ രീതികളൊന്നും അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചിട്ടില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഈ തേള് കടിച്ച വിഷയത്തിൽ പോലും, തേള് കുത്തിയ വിഷയത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നിലപാട് വളരെ കൃത്യമായി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ചികിത്സകളിലേക്ക് നമ്മൾ പോവുകയും ആ ചികിത്സക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ചികിത്സ ഫലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പിന്നെ അതിലേക്ക് ബന്ധപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള ബോധ്യവും. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്ന മാനസിക ശുദ്ധി വരുത്തുന്നവരെയും വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, ശാരീരിക ശുദ്ധി വരുത്തുന്നവരെയും അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അപ്പുറം രോഗത്തിലേക്ക് വരുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിൻ്റെ മാർഗങ്ങളൊക്കെ തടയുകയാണ് ഇസ്ലാം ചെയ്തത്. കുലു വശ്റബു എന്ന് പറഞ്ഞ ഈ ദീന് ഉടനെ പറഞ്ഞു വലാ തുസ്രിഫു, ഒരിക്കലും നിങ്ങൾ ഭക്ഷണത്തിൽ അമിതം പ്രവർത്തിക്കരുത്. ഭക്ഷണത്തിൽ നിങ്ങൾ ഒരിക്കലും അമിതമാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു തആല അമിതം പ്രവർത്തിക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമല്ല. കാസർഗോഡിൻ്റെ മണ്ണിലെ ടൗണിലെ ഒരു പള്ളിയുടെ മെമ്പറിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാകുന്ന കല്യാണങ്ങളെപ്പോലും നാം ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് സഹോദരങ്ങളെ. ആവശ്യമായ ഭക്ഷണം വിളമ്പണം, ആവശ്യമായ ഭക്ഷണം വിളമ്പണം. അതിഥിയെ ആദരിക്കണം, മാന്യമായി സൽക്കരിക്കണം.
ഏറ്റവും കൂടുതൽ ഇസ്റാഫ് നടക്കുന്നത്, അമിതമായ ഭക്ഷണത്തിൻ്റെ പേരിലും ആർഭാടങ്ങളുടെ പേരിലും ഏറ്റവും കൂടുതൽ അമിതവ്യയം നടക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നാം എവിടെ ലംഘിക്കാൻ തുടങ്ങിയോ പല രീതിയിൽ അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളുണ്ടാകും. ഒന്നോ രണ്ടോ ഫുഡ്, അല്ലെങ്കിൽ ഒരു ഫുഡും മറ്റൊരു നാടനും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ, അതും ആവശ്യത്തിന്. അതിനപ്പുറത്തേക്കുള്ള പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും അള്ളാഹിൻ്റെ താക്കീത്. അള്ളാഹ്ക്കൊരിക്കലും അമിതം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾ എന്ത് ന്യായീകരണം അതിന് പറഞ്ഞാലും ഇഷ്ടമല്ല, ചെയ്യരുത് നിങ്ങൾ ആ പണി എന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൽപ്പനകളാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം കൂടുതൽ ആശുപത്രികളിലും അവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവിടെയാണ് ഇനി അതിനെയും ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥകളിലേക്ക് വരുമ്പോൾ പരിപൂർണമായിട്ട് നാം മുഅ്മിനായി, മുത്തഖിയായി, ദീനിയായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നാം സ്വീകരിക്കുക. രോഗമുള്ളവർ പള്ളിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഇനി കൊറോണ ഒന്നും അല്ലെങ്കിലും രോഗങ്ങൾ ധാരാളം, പല രോഗങ്ങളുണ്ട്. മാസ്ക് ഇട്ട് ധരിച്ച് വരേണ്ട രോഗങ്ങളാണ്. അവരതിലൊന്നും കരുതണ്ട. എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, മുത്തുനബി ഒരിക്കൽ പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാതെ പുറത്തിറങ്ങിയിട്ടില്ല. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. റബ്ബേ, ഏതെങ്കിലും വഴികേടിൽ ഞാൻ ചെന്ന് ചാടുക, ഞാൻ മുഖേന വേറൊരാൾ വഴികേടിൽ അകപ്പെടുക, ഞാൻ നിന്ദ്യനാകുക, ഞാൻ മുഖേന മറ്റൊരാൾ നിന്ദിക്കപ്പെടുക, ഞാൻ അക്രമിയാവുക, ഞാൻ മുഖേന മറ്റൊരാൾ ആക്രമിക്കപ്പെടുക. ഞാൻ എങ്ങനെ അക്രമിയാവുക? എന്നെ കൊണ്ട് എൻ്റെ വണ്ടി തട്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം കൊണ്ടോ ആരെങ്കിലും ഞാൻ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ ഉപദ്രവിക്കുക ഏതെങ്കിലും രീതിയിൽ. റബ്ബേ, നിന്നോട് ഞാൻ കാവൽ. ഒരു ദിവസം പോലും മുത്തുനബി ഇത് പ്രാർത്ഥിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പറയാം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഏതെങ്കിലും വിവരക്കേടിൽ ഞാൻ ചെന്ന് ചാടുക, ഞാൻ മുഖേന ഞാനൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്തിട്ടോ, ഞാൻ ഒരു ഫത്വ നൽകിയിട്ടോ ആരെങ്കിലും വിവരക്കേടിൽ ചെന്ന് ചാടുക. ഇത് രണ്ടും റബ്ബേ, ഞാൻ കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മുത്തുനബി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ കൊണ്ട് ഒരാൾക്ക് ഒരു രോഗം, പ്രയാസം ഉണ്ടാവുന്ന രീതിയിൽ മാസ്ക് ധരിക്കേണ്ടടുത്ത് നാം മാസ്ക് ധരിക്കണം. ഇസ്ലാമിലെ ബൈഅത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ ബൈഅത്തിൽ പോലും ഒരു പരക്കുന്ന രോഗം, അഥവാ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള പരക്കുന്ന രോഗമുള്ള ഒരു വ്യക്തിയോട് അദ്ദേഹത്തെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, താങ്കൾ അവിടെ നിന്നാൽ മതി, ഞാൻ ബൈഅത്ത് സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനും പ്രയാസമില്ലാത്ത രീതിയിൽ റസൂൽ അത് കൈകാര്യം ചെയ്തു. അതോടൊപ്പം തന്നെ റസൂൽ പഠിപ്പിച്ചൊരു ഹുക്മ് നോക്കണം നിങ്ങൾ. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പരക്കണമെന്നില്ല, ആ അല്ലാഹുവിൻ്റെ തവക്കുലനുസരിച്ച് ബൈഅത്ത് ഇവിടെ നടക്കുകയല്ലേ, അങ്ങനൊന്നും പേടിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുടെ രീതി ഉണ്ടല്ലോ. ആ രീതിയിലേക്ക് ഇസ്ലാം പോയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നാ ഖദ് ബായഅനാക ഫർജിഅ, ഞാൻ താങ്കളുടെ ബൈഅത്ത് സ്വീകരിച്ചിരിക്കുന്നു, താങ്കൾ പോയിക്കോളൂ എന്ന അദ്ദേഹത്തിനും പ്രയാസമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഈ വിഷയം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് കുഷ്ഠരോഗമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നമുക്ക് ഏത് വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് ഇടപെടാത്തത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലാ യുരിദുന്ന മുമർരിദൻ അലൽ മുസ്ഇഹ്, രോഗമുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകളുടെ അരികിലേക്ക് ചെന്ന് പോരുത്. പരക്കുന്ന രോഗമുള്ള ആളുകൾ അങ്ങനത്തെ മാർഗം സ്വീകരിക്കരുത്. ഞാൻ ആ വിഷയം പറയാനല്ല, മറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആളുകൾ തയ്യാറാവാതെ പോകുന്നു. ചികിത്സിക്കാൻ പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികൾ ചികിത്സ നിഷേധികളാണ് എന്ന് പറയപ്പെടുന്നൊരവസ്ഥയിലേക്ക് ലോകം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മണ്ണിലും ഫാഷിസത്തിൻ്റെ ശക്തികൾക്ക് വേരുറപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ പറയപ്പെടുന്ന ശക്തികൾ ഒരുങ്ങുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മീഡിയകൾ ഉപയോഗിച്ചു. നിങ്ങൾക്കറിയോ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു മേഖല സാംസ്കാരിക മേഖലയാണ് എന്നറിയപ്പെടുന്ന മീഡിയകളാണ്. അവിടെ വളരെ കൃത്യമായി നിലപാടെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
നമ്മുടെ സഹോദരങ്ങളോട് വെള്ളത്തുണിയും വെള്ളക്കുപ്പായവും തൊപ്പിയും തലപ്പാവും ധരിച്ച് നടക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട് എന്നത് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ എന്തും വിളിച്ചു പറയുകയാണ്. അതൊക്കെ ഇസ്ലാമിലേക്ക് വരവ് വെക്കുകയാണ്, ഇസ്ലാമിൻ്റെതായിട്ട് അവതരിപ്പിക്കുകയാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുനി. ആവശ്യമില്ലാത്തത് ഒന്നും മിണ്ടാതിരിക്കലാണ്. ഫല്യഖുൽ ഖൈറ, ഖൈറായത് മാത്രം നിങ്ങളൊന്ന് പറയണേ. ഔ ലിയസ്മുത്ത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കണേ. അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവിടെ ഒരിക്കലും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നിഷിദ്ധമായ വസ്തുക്കൾ, അല്ലേ, ഇസ്ലാമിൻ്റെ മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചാണകവും മൂത്രവും തിന്നുകയും കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അന്തസ്സുള്ള ആദർശത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹറാമ് നിങ്ങൾ കഴിക്കരുത്, ഹറാമ് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്, ഹറാമ് കൊണ്ടുള്ള സകല ചികിത്സയും നിഷിദ്ധമാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഉക്കും ഫീ ഹറാമിൻ. ഒരു നിഷിദ്ധമായ ഹറാമിലും നിങ്ങൾക്ക് ഒരു ശിഫയും അല്ലാഹു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രോഗിയുടെ മൂത്രം കുടിപ്പിച്ചിട്ട്, ആ രോഗിയുടെ മൂത്രം തന്നെ കുടിപ്പിച്ചിട്ട് ശിഫ നൽകുന്ന, അതിൽ ശമനമുണ്ടെന്ന് പറയപ്പെടുന്ന പ്രാകൃത മതക്കാർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഇന്നും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അതുണ്ട്. മീഡിയകൾ ചർച്ചയാക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ പോലും ഒരു ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗം ചികിത്സിക്കുക തീരെ ചെയ്യാത്ത, വെറും പാട്ടുപാടിയിട്ടും കൊട്ടും പാട്ടുമായിട്ട് ചികിത്സ അത് മതി എന്ന് പറയുന്ന ഒരു വിഭാഗം എന്തുകൊണ്ട് ചർച്ചയാക്കപ്പെടുന്നില്ല? ഇവിടെയാണ് അജണ്ടകളെ നാം തിരിച്ചറിയേണ്ടത്. ആ അജണ്ടകളിലേക്ക് വളമിട്ട് കൊടുക്കുന്നവരായി മാറാൻ പാടില്ല മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും എന്നുള്ളതാണ്. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിൻ്റെ, സ്വഹാബത്തിൻ്റെ മൻഹജിൻ്റെ നിലപാടുകൾ വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടത്. അതിലേക്ക് വെളിച്ചം വീശുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നിലുണ്ടാവണം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ആത്മീയ ചൂഷണങ്ങൾക്കുമെതിരെ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലായിക്കൊണ്ട് ഞായറാഴ്ച നമ്മുടെ തൊട്ടടുത്തുള്ള മഞ്ചേശ്വരത്ത് ഒരു ഉന്നതമായ ഒരു മുന്നേറ്റമുണ്ട്. രാവിലെ മുതൽ തുടങ്ങുന്ന 2 മണി മുതൽ തുടങ്ങുന്ന ഒരു പ്രോഗ്രാം വൈകിട്ട് 10 മണിക്ക് അവസാനിക്കുന്ന, കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ദീനീ രംഗത്ത്, ദഅവാ രംഗത്ത് സജീവമായി നിൽക്കുന്ന പണ്ഡിതന്മാർ എന്താണ് ഇസ്ലാമിൻ്റെ ആദർശമെന്ന് വളരെ കൃത്യമായി നിലപാടോടുകൂടി പറയുന്ന ഒരു സമ്മേളനം. അതിൽ നിങ്ങളെല്ലാവരും ഭാഗവാക്കാവണം എന്നുകൂടി ഇതുമായി ചേർത്തി മനസ്സിലാക്കുക. എല്ലാ നന്മയിലും പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുമ്പോഴൊക്കെ ഇന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശമെന്ന് നെഞ്ചുറപ്പോടുകൂടി പറയുന്ന വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, ആ ഇസ്ലാമിൻ്റെ സന്ദേശം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടെന്ന് നെഞ്ചുറപ്പോടുകൂടെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.